ഹായ് മക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടിൻ്റെ മണ്ണിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോഴിക്കോടിൻ്റെ മാധുര്യം എത്രത്തോളമാണ് എന്ന്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് സൈലത്തിൻ്റെ കോഴിക്കോട് മാനാഞ്ചിറ ട്യൂഷൻ സെൻ്ററിലേക്ക് സ്വാഗതം. ഹായ് മക്കളെ, ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ 10ാം ക്ലാസ്സുകാരനാവാം, +1കാരനാവാം, +2കാരനാവാം, എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കാണുക. ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ ഒരു മലയാളം മീഡിയം വിദ്യാർത്ഥിയായിരുന്നു. 10ാം ക്ലാസ് സ്റ്റേറ്റ് സ്കൂളാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ കുറച്ചൊരു റെസ്റ്റ് എടുക്കണം എന്ന രീതിയിൽ ഞാൻ +1 പ്രത്യേകിച്ച് ട്യൂഷനൊന്നും പോയില്ല. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ മാർക്ക് കുറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് തന്നെ എന്ന് പറയാനുള്ള റീസൺ, +2 എത്തിയ സമയത്ത് എനിക്ക് ഇങ്ങനെ പഠിച്ചാൽ പോരാ, കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം, എനിക്കൊരു ഹെൽപ്പറെ വേണം എന്ന് ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ ഞാനൊരു മറ്റൊരു ട്യൂഷൻ സെൻറ്ററിൽ പോവുകയും അവിടുന്ന് എനിക്ക് ഒരുപാട് മാർക്ക് അധികം സ്കോർ ചെയ്യാനും പറ്റി. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് +1 ഞാൻ ഇതുപോലെ ഒരു എക്സ്റ്റേണൽ ഒരു ഹെൽപ്പ് നേടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ നല്ലോണം പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കാം, ചിലപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരിക്കാം. അപ്പോൾ നന്നായിട്ട് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമെന്ന് കുട്ടികൾക്ക് ഞാൻ ഇവിടെ ചൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാവുന്നതാണ്. അല്ലാതെ ഒരു ചെറിയൊരു ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ചുറ്റിലുണ്ട്. അവർക്കാണ് ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. സോ മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് 10ാം ക്ലാസ് ആവട്ടെ, +1 ആവട്ടെ, +2 ആവട്ടെ, ഒരാളുടെ സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടോട് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് മാറും. അത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. കാരണം ഇവിടെയുള്ള സ്ട്രക്ചർ ആ രീതിയിലാണ്. നിങ്ങൾ ഒരു ട്യൂഷൻ 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് കുട്ടികൾക്കും CBSE കുട്ടികൾക്കും നമ്മൾ സ്പെഷ്യലായിട്ട് ട്യൂഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ +1 +2 വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമുകൾ തന്നെയാണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഒരു കുട്ടി പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അത്രയും കംഫർട്ട് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ, അത്രയും ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. പ്രൊജക്ടറും എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് എല്ലാ ബേക്കിലുള്ള കുട്ടികൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് റൂം ഉണ്ടാവുക. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ക്ലാസ് റൂമുകളിലേക്ക് വരുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് പഠിക്കാൻ നമുക്ക് എന്ത് വേണം? നല്ല അടിപൊളി മെറ്റീരിയൽസ് വേണം. കൃത്യമായിട്ട് നിങ്ങൾ ആ PDF-കളൊക്കെ നിങ്ങൾക്ക് നൽകുന്ന രീതിയിലും. പിന്നെ മറ്റു ട്യൂഷൻ സെൻറ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റു സെൻറ്ററുകളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നു, അവർ പോകുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സമയത്തും ആ ടീച്ചേഴ്സ് അതായത് സെൻറ്ററിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് സമയത്ത് വന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചു തീർക്കാം. പിന്നെ നിങ്ങൾക്കൊരു സംശയം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എപ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റണമെന്നില്ല. നമ്മളതിന് കൃത്യമായിട്ട് എക്സാമുകൾ വേണം. അവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഓരോ വീക്കിലും നിങ്ങൾക്ക് എക്സാം വരികയാണ്. അപ്പോൾ ഓരോ വീക്കിൽ മാത്രമാണോ? അല്ല, വീക്ക് കഴിഞ്ഞിട്ട് മന്ത് എൻഡിലും നിങ്ങൾക്ക് ഇതേപോലെ യൂണിറ്റ് എക്സാമുകളോ അല്ലാത്ത എക്സാമുകളോ ഒക്കെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യും. മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ പാരൻസിനെയൊക്കെ വിളിച്ചുകൊണ്ട് ഓരോ മാസം നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ വന്ന സമയത്ത് എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് എന്ന കൃത്യമായുള്ള അപ്ഡേഷനുകൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും. ഈ ഒരു സെൻറ്ററിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ഫീസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇല്ല, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഏറ്റവും നല്ല സിസ്റ്റത്തിലൂടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളായി മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സൈലത്തിൻ്റെ ട്യൂഷൻ സെൻറ്ററുകൾ തന്നെയാണ്. ഓഫ്ലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി തന്നെയാണ് നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ കോഴിക്കോട് തന്നെ നിങ്ങൾക്ക് ബസ് ഇറങ്ങിയാൽ കുറച്ച് നടന്നുകൊണ്ട് നിങ്ങൾക്ക് സെൻറ്ററിലേക്ക് എത്താൻ പറ്റും. എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റിലും നിങ്ങൾക്ക് ഇപ്പോൾ പ്രയറിന് ആവശ്യമുള്ള ആളുകൾക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണോ അതൊക്കെ നിറവേറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ കോഴിക്കോടൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക. 10ാം ക്ലാസ്സിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് CBSE സ്പെഷ്യലായിട്ട് പറയുകയാണ്. പിന്നെ +1 +2 ഈ 4 ക്ലാസ്സുകളിലുമായിട്ടാണ് നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ അയച്ചു കൊടുത്ത് നിങ്ങളൊരു ടീമായിട്ട് വരണമെങ്കിൽ നിങ്ങൾ ടീമായിട്ട് വരാം. നമുക്ക് ഒരു ഗ്രൂപ്പായിട്ടും നമുക്ക് എന്താക്കാൻ പറ്റും, വൃത്തിയിൽ പഠിക്കാൻ പറ്റും. ഒഴിവുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണല്ലോ ക്ലാസ് എടുക്കുന്നത് കൂടുതലും. അപ്പോൾ ഈ ഒഴിവുള്ള സമയത്ത് നമ്മൾ സെൻറ്ററിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു സംഭവമുണ്ട്. അതായത് കുട്ടികളൊക്കെ സ്കൂൾ ലീവാണെങ്കിൽ അവരൊരു ടീമായിട്ട് എന്താക്കുന്നു, നമ്മുടെ സൈലന്റ് ട്യൂഷൻ സെൻറ്ററിലേക്ക് വരികയും അവരുടെ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു പിയർ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ അവിടെ നിന്ന് നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. ശരിക്കും അതൊക്കെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ ടീച്ചേഴ്സ് അവൈലബിൾ ആവുക, നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുക. ഇതിനപ്പുറം എന്താണ് പഠിക്കാൻ വേണ്ടി കുട്ടിക്ക് വേണ്ടത്? പിന്നെ മെൻ്റൽ
സപ്പോർട്ട് എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റൊരു കാര്യമാണ്. നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് നമ്മളെ കൈ പിടിച്ച് ഉയർത്താൻ നമുക്കൊരു മോട്ടിവേഷൻ തരാൻ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവാറുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഈ അഫോർഡബിൾ ആയുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ആ ട്യൂഷൻ സെൻ്ററിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താക്കാം, താഴെക്കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാത്ത ആളുകൾ ജോയിൻ ചെയ്യുക. ഇറ്റ്സ് മീ ഷാജ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.